സുപ്രസിദ്ധനായ ചലച്ചിത്ര സംവിധായകൻ നടനുമായ മെൽ ഗിബ്സൺ നിർമ്മിച്ച സിനിമയാണ് ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ആ സിനിമ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ വേദനയുടെ പാരമ്യത വിളിച്ച് നമ്മളെ അറിയിക്കുന്ന ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആ സിനിമയ്ക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആ സിനിമ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സമയം കൂടി ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു സിനിമ എന്ന നിലയിൽ എൻ്റെ തിയോളജിക്കൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആ സിനിമയെക്കുറിച്ചുള്ള നിരൂപണമാണ് ഞാൻ എഴുതി ചേർത്തത്. സങ്കീർത്തന പുസ്തകം 129 അധ്യായം 3 വാക്യം. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവു ചാലി കീറി. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന ഈ ദൈവവചനം ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. കലപ്പ കൊണ്ടെന്ന പോലെ അവൻ്റെ മുതുക് ഉഴുതുമറിച്ചു. കഴുമരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പേർഷ്യയിൽ, സിറിയയിലൊക്കെയാണ്. അതായത് കുരിശുമരണത്തിൻ്റെ ആരംഭ കാലഘട്ടം ചരിത്രം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പേർഷ്യക്കാർ കണ്ടുപിടിച്ച കഴുമരം രാജ്യദ്രോഹത്തിനും മതനിന്ദയ്ക്കുമെതിരൊക്കെ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുന്ന ഒരു ആചാരമാണ് അവർ കണ്ടുപിടിച്ചത്. എന്നാൽ അത് റോമാക്കാർ അവരിൽ നിന്നൊക്കെ കടമെടുക്കുന്നു. റോമാക്കാർ അത് പലസ്തീനക്കാർക്ക് എതിരെയാണ് ഈ കഴുമരം അല്ലെങ്കിൽ കുരിശുമരണം വിധിച്ചു കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവനിന്ദ, രാജ്യദ്രോഹം ഏറ്റവും വലിയ തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടം. റോമാക്കാരുടെ ആധിപത്യം, പടയോട്ടം നടന്നിരുന്ന കാലഘട്ടം. അപ്പോൾ പലസ്തീനയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യർക്ക് അവർ വിധിച്ചത് കഴുമരമാണ്. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം കഴുമരം ഒറ്റ തടിയിലാണ് അവരെ അതായത് മരം അവർ തന്നെ വഹിച്ച് ആ മരത്തിൽ തന്നെ അവരെ ഇരു കാലുകളും ബന്ധിച്ച് കഴുത്തിലോ അല്ലെങ്കിൽ വായ്ക്കകത്തോ വയറിലോ ഒരു ഇരുമ്പ് തണ്ട് കുത്തിക്കയറ്റി ആ കഴുമരത്തിൽ കുത്തി നിർത്തുകയാണ് ചെയ്യാറ്. അതിനുശേഷം അവർ വേദനയാൽ പതുക്കെ മരണത്തോടടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അല്ലെങ്കിൽ അവരുടെ ഹൃദയഭാഗം കഴുകന്മാർ വന്ന് കൊത്തി വലിച്ചെടുക്കുന്ന ആചാര രീതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരണത്തിന് വിധേയമാക്കപ്പെടുന്ന രീതിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കഴുമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ തൂക്കുമരത്തിൻ്റെ അല്ലെങ്കിൽ കുരിശുമരണത്തിൻ്റെ പ്രത്യേകതകളെല്ലാം മാറി മറയുന്നതായിട്ട് നമുക്ക് കാണാം. യേശുക്രിസ്തുവും വിധിക്കപ്പെടുന്നത് രാജ്യദ്രോഹവും അല്ലെങ്കിൽ മതനിന്ദയ്ക്കെതിരായിട്ടാണ് യേശു. അതായത് അവരെ നിലവിലുണ്ടായിരുന്ന സിസ്റ്റം മുഴുവൻ യേശു മാറ്റിമറച്ചു. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്ഥാനത്ത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക യേശു കാണിച്ചു. അപരിമയമായ ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് യേശു കാണിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർക്ക്, നിലവിലുണ്ടായിരുന്ന ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അത് ദൈവനിന്ദയാക്കി മാറ്റി മറച്ചപ്പോൾ ക്രിസ്തുവിനെ അത് കുരിശുമരണത്തിലേക്കുള്ള വിധിയാക്കി മാറ്റി. പിന്നെയാണ് അവിടെ നിന്നങ്ങോട്ട് ഈശോ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്. ദൈവത്തിൻ്റെ ലിഖിതം പൂർത്തിയാക്കാൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി തിരിച്ചറിയേണ്ട സത്യം, ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്നെ വീണ്ടെടുക്കാനായിട്ട് ഈശോ മരിച്ചു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് വരുമ്പോൾ യേശു കുരിശ് ചുമന്നുകൊണ്ട് വരുന്നു. ഗാഗുൽത്തായിൽ എത്തിയ ശേഷം യേശുവിനെ പടയാളികൾ കുരിശിൽ തറയ്ക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 70-72 കിലോ ഭാരമുള്ള യേശുവിൻ്റെ ശരീരം കുരിശിലാണ് കിടക്കുക. ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു അതിഭീകരമായ രീതിയിൽ മുറിവേറ്റതിന് ശേഷവും കുരിശിൽ കിടന്ന് പിടയുന്നുണ്ട്. അപ്പോൾ ഈശോയെ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടു. ഈശോ ചാട്ടാവാറുകളാൽ അടിയേൽക്കപ്പെട്ടു. കുരിശിനാൽ നിലത്ത് വീണ് 3 പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം നിലത്ത് വീണ് വേദനിച്ചു. ശേഷമാണ് കുരിശുമരണത്തിലേക്ക് വരിക. അപ്പോൾ ഈശോയുടെ കാലഘട്ടത്തിലെ കുരിശുമരണത്തിലേക്ക് വരുമ്പോൾ ഇരു കരങ്ങളും വിടർത്തിപ്പിടിച്ച് കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഒപ്പം 2 കാലുകളും കൂട്ടിച്ചേർത്ത് 3ാമത്തെ രാണിയിൽ തറയ്ക്കപ്പെടുന്നു. ഏകദേശം 70-72 കിലോ ഭാരമുള്ള ശരീരം കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്.
സാധാരണ ആളുകൾ ഈ കുരിശിൽ വിധിക്കപ്പെടുന്നവർ പെട്ടെന്ന് മരണത്തിന് വിധേയരാകാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ ഈ കണങ്കാല് അടിച്ചു പൊട്ടിക്കുക. പടയാളികൾ വന്ന് അവരുടെ കണങ്കാലുകൾ അടിച്ചു പൊട്ടിക്കും. ഈശോയുടെ അപ്പുറവും ഇപ്പുറവും വലത് ഇടത് ഭാഗത്ത് ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ അവർ പെടുന്നതിനുള്ള മരണത്തിനായിട്ട് അവരുടെ കണങ്കാലുകൾ അടിച്ചു പൊട്ടിക്കുക. ഈ കണങ്കാല അടിച്ചു പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കുരിശിൽ കിടക്കുന്നവൻ സ്വാഭാവികമായിട്ടും അവനെ വിധിച്ചവരെയും അവനെ വെറുത്തവരെയും അധിക്ഷേപിച്ചവരെയും നോക്കിക്കൊണ്ട് അവർ വാവിട്ട് കരയുകയും നിലവിളിക്കുകയും ഒപ്പം ആക്രോശിക്കുകയും അസഭ്യവാക്കുകൾ പറയുകയും ചെയ്യുമായിരുന്നു. അത് കേൾക്കാൻ ജനങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ ഈ പടയാളികൾ വന്ന് ഒന്നുകിൽ അവൻ്റെ നാവ് അരിഞ്ഞു കളയും, അല്ലെങ്കിൽ കണങ്കാല് അടിച്ചു പൊട്ടിക്കും. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ പെടുന്നതിനുള്ള മരണത്തിന് വിധേയമാകപ്പെടും. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കണങ്കാലുകൾ അടിച്ചു പൊട്ടിക്കുന്നില്ല. അതിന് പകരമായിട്ട് യേശുവിൻ്റെ തിരുവിലാവിൽ ഹൃദയഭാഗത്ത് ചങ്കിൽ കുന്തം കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. യേശു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തുകയും അവിടെ നിന്നാണ് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തധമനികളിൽ കെട്ടിക്കിടന്ന അവസാന തുള്ളി രക്തം ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പാപ പരിഹാര ബലിക്ക് വേണ്ടിയുള്ള സമർപ്പണമായി മാറി. ഈശോ ഇന്നും കുരിശിൽ കിടന്ന് അറിയാതെ പെട്ടയുന്നുണ്ട്. എൻ്റെ പാപാവസ്ഥയും നമ്മുടെ ഓരോരുത്തരുടെ പാപാവസ്ഥയും നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൈവിടുമ്പോൾ അവൻ അറിയാതെ മലമുകളിൽ കുരിശിൽ അവൻ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ മറന്നു? അറിഞ്ഞറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് പൊന്നു തമ്പുരാനെ, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നീ ഞങ്ങളുടെ വേദനകളാണ് ചുമന്നത്, ഞങ്ങളുടെ പാപങ്ങളാണ് ഇല്ലാതാക്കിയത്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണവും നമ്മൾ ഓർക്കുമ്പോൾ, അവ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെടുവാൻ, ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാൻ ഈ കുരിശിലൂടെ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ ശക്തി, അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.